ഇമ്രാൻഖാന് കിട്ടിയതുപോലെ ഇന്ത്യ രണ്ട് കൽപ്പിച്ചു തന്നെ. പാകിസ്ഥാൻ തുടർച്ചയായി വെടിവെക്കുന്നുണ്ട്, ചില ഭീഷണികൾ മുഴക്കുന്നുണ്ട്. പക്ഷേ അതൊന്നും ഇന്ത്യക്ക് ഏൽക്കില്ല. പുൽവാമ ഭീകരാക്രമണത്തിന് പാകിസ്ഥാനിലേക്ക് ഇന്ത്യ നടത്തിയ തിരിച്ചടിയെ തുടർന്ന് ഇന്ത്യൻ സൈന്യം കനത്ത ജാഗ്രതയിൽ തന്നെയാണ്. പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് തുടർച്ചയായ വെടിവയ്പ് നടക്കുന്നു എന്നാണ് വിവരം. ഇന്ത്യയും ശക്തമായി തിരിച്ചടിക്കുകയാണ്. ഇന്ത്യ പാക് നിയന്ത്രണ രേഖയുടെ സമീപത്ത് വെച്ചാണ് പാകിസ്ഥാൻ ഇപ്പോൾ വെടിവെപ്പ് നടത്തുന്നത്. നിയന്ത്രണ രേഖയ്ക്ക് സമീപത്തെ ഗ്രാമങ്ങൾക്കെല്ലാം നേരത്തെ തന്നെ ഇന്ത്യയും പാകിസ്ഥാനും ജാഗ്രതാ നിർദ്ദേശം നൽകിയിരുന്നു. പാക് അധീന കശ്മീരിലെ നിയന്ത്രണ രേഖയോട് ചേർന്ന ഗ്രാമങ്ങൾ പാകിസ്ഥാനും ഒഴിപ്പിക്കുകയാണ്. റിപ്പോർട്ട് പ്രകാരം പാകിസ്ഥാനുള്ളിലെ 3 കേന്ദ്രങ്ങളാണ് ഇന്ത്യൻ വ്യോമസേന തകർത്തിരിക്കുന്നത്. പാക് അധീന കശ്മീരിനപ്പുറം പാകിസ്ഥാനകത്തേക്ക് കടന്നു ചെന്നുള്ള ആക്രമണമായതുകൊണ്ട് പാകിസ്ഥാൻ എങ്ങനെ പ്രതികരിക്കുമെന്ന് പറയാനാകില്ല. അതുകൊണ്ട് ഇന്ത്യൻ സേന എല്ലാ വിധത്തിലുമുള്ള കരുതൽ എടുത്തിട്ടുണ്ടെന്ന് സൈന്യം അറിയിച്ചിട്ടുണ്ട്. ഡൽഹി ഉൾപ്പെടെയുള്ള പ്രധാന കേന്ദ്രങ്ങളെല്ലാം കനത്ത ജാഗ്രതയിലാണ്. ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ തിരിച്ചടി ഉണ്ടായാൽ അതിനെ എങ്ങനെ പ്രതിരോധിക്കണമെന്നുള്ള കനത്ത തയ്യാറെടുപ്പിൽ തന്നെയാണ് ഇന്ത്യ. ഏതായാലും പുൽവാമയിൽ CRPF ജവാന്മാർക്ക് നേരെയുണ്ടായ ഭീകരാക്രമണത്തിന് ശേഷം രാജ്യം ഒന്നടങ്കം ആവശ്യപ്പെട്ടത് കനത്ത തിരിച്ചടി നൽകണമെന്ന് തന്നെയായിരുന്നു. 2016 ഉറി ഭീകരാക്രമണത്തിന് ശേഷം പാക് അധീന കശ്മീരിൽ നിയന്ത്രണ രേഖ കടന്ന് ഇന്ത്യയുടെ കരസേന കനത്ത തിരിച്ചടി നൽകിയിരുന്നു. പുൽവാമയിൽ 40 ജവാന്മാർ ജീവത്യാഗം ചെയ്തതിന് പിന്നാലെ 12ാം ദിവസം ഇന്ത്യ തിരിച്ചടിച്ചുവെന്ന വാർത്തകൾ പുറത്തുവരുമ്പോൾ അത് ഇന്ത്യയുടെ പ്രതിരോധ മേഖലയുടെ ശക്തി ഒന്നുകൂടി വെളിവാക്കുകയാണ്. അന്ന് മിന്നലാക്രമണം നടത്തിയപ്പോൾ ശ്രദ്ധാകേന്ദ്രമായത് ഇന്ത്യൻ സേനയുടെ പാരഷൂട്ട് റെജിമെന്റിലെ കമാൻഡോകളായിരുന്നു. ഇന്ന് പുൽവാമയ്ക്ക് മറുപടിയായി വ്യോമസേനയാണ് ആക്രമണം നടത്തിയത്. പുൽവാമയിലെ മുറിവുണങ്ങും മുൻപ് 12ാം ദിവസം വ്യോമസേനയുടെ മിറാഷ് 2000 യുദ്ധവിമാനങ്ങൾ ഭീകര കേന്ദ്രങ്ങളിൽ തീതുപ്പി. പാക് അധീന കശ്മീരിലെ നിരവധി ജെയ്ഷെ മുഹമ്മദ് ഭീകര കേന്ദ്രങ്ങൾ തകർത്തുകൊള്ളു. ഭീകര കേന്ദ്രങ്ങൾ ആക്രമണം നടത്താൻ ഉപയോഗിച്ച മിറാഷ് 2000 ചില്ലറക്കാരനല്ല എന്നുള്ളതാണ് ശ്രദ്ധേയം. പ്രതിരോധ മേഖലയിൽ പാകിസ്ഥാനും അമേരിക്കയ്ക്കും മേലെ വ്യോമസേനയുടെ സ്വകാര്യ അഹങ്കാരമാണ് ഈ യുദ്ധവിമാനങ്ങൾ. ഇന്ത്യൻ അതിർത്തി കാക്കുന്ന യന്ത്രക്കാക്കകളിൽ ഒന്നാണ് മിറാഷ് എന്ന് പറയേണ്ടി വരും. വ്യോമസേനയുടെ പോർ വിമാനങ്ങളിൽ വജ്രായുധം എന്നാണ് മിറാഷിന്റെ വിശേഷണം. വജ്ര എന്നാണ് ഇന്ത്യൻ വ്യോമസേനയിലെ നാമകരണവും. ഫ്രഞ്ച് നിർമ്മിത പോർ വിമാനമാണ് മിറാഷ് 2000. ഡസാൾട്ട് ഏവിയേഷൻ ആണ് ഇതിന്റെ നിർമ്മാതാക്കൾ. ഈ വിമാനത്തിന് അമേരിക്കൻ നിർമ്മിത F-16, F-18 എന്നീ പോർ വിമാനങ്ങളെ കടത്തിവെട്ടുന്ന പ്രഹരശേഷിയുണ്ട്. 1984 ജൂണിലാണ് ആദ്യമായി ഫ്രഞ്ച് വായുസേനയ്ക്ക് വേണ്ടി നിർമ്മിക്കപ്പെട്ടത്. ഇന്ത്യക്ക് പുറമെ UAE, തായ് എന്നീ രാജ്യങ്ങളുള്ള വ്യോമസേനയും ഇത് സജീവമാണ്. ഇന്ത്യക്ക് ഇപ്പോൾ 50 മിറാഷ് യുദ്ധവിമാനങ്ങളുണ്ട്. അതിപ്പോൾ പാകിസ്ഥാന് വലിയ പേടി സ്വപ്നവുമാണ്. ഹിമാലയൻ അതിർത്തി പ്രദേശങ്ങളിൽ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനും മിറാഷ് വിമാനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. ലേസർ ബോംബുകൾ, ന്യൂക്ലിയർ ക്രൂയിസ് മിസൈൽ എന്നിവയടക്കം 6.3 ടൺ ഭാരം വഹിക്കാൻ മിറാഷിന് ശേഷിയുണ്ട്. 14.36 മീറ്റർ നീളവും 5.20 മീറ്റർ ഉയരവുമുള്ള മിറാഷിന്റെ വിംഗ് സ്പാൻ 9.13 മീറ്ററാണ്. ദൃശ്യപരിധിക്ക് അപ്പുറമുള്ള മിസൈൽ ശേഷി, ലേസർ ബോംബ് വാഹക ശേഷി, സാറ്റലൈറ്റ് നാവിഗേഷൻ സിസ്റ്റം എന്നിവയും പ്രത്യേകതകളാണ്. നെഗ്മ M53 P2 ഡർബഫാൻ എഞ്ചിനാണ് മിറാഷ് 2000 പോർ വിമാനത്തിന്റെ കരുത്ത്. മണിക്കൂറിൽ 2336 കിലോമീറ്റർ വേഗതയിൽ വരെ മിറാഷ് കുതിക്കും. ആണവ പോർമുനകൾ ഘടിപ്പിച്ച മിസൈലുകൾ വഹിക്കുന്ന ഒരേയൊരു പോർ വിമാനവും ഇതാണ്. 80കളിലാണ് മിറാഷ് ഇന്ത്യൻ വ്യോമസേനയുടെ ഭാഗമായത്. 1999 കാർഗിൽ യുദ്ധത്തിൽ ശത്രുപാളയങ്ങൾ തരിപ്പണമാക്കാൻ മുൻനിരയിൽ മിറാഷ് 2000 അഥവാ വജ്ര ഉണ്ടായിരുന്നു. M2000H, M2000TH, M2000IT എന്നീ ശ്രേണികളിലുള്ള മിറാഷ് വിമാനങ്ങളാണ് ഇന്ന് ഇന്ത്യൻ സേനയ്ക്കുള്ളത്. ഏതായാലും ഇന്ത്യ ശക്തമായി തിരിച്ചടിക്കുന്നു. ഇമ്രാൻഖാന് കിട്ടിയതൊന്നും പോരെങ്കിൽ ഇങ്ങോട്ട് വന്നാൽ ഇനിയും ഇന്ത്യൻ സൈന്യത്തിന്റെ കയ്യിലുണ്ട് ഈ ആവനാഴിയിലെ അസ്ത്രങ്ങൾ എന്ന് വെളിവാക്കുന്നതാണ് മിറാഷ് അടക്കമുള്ള സൈന്യത്തിന്റെ ശക്തി. ഏതായാലും ഇന്ത്യ രണ്ടും കൽപ്പിച്ചു തന്നെയാണ്. പാകിസ്ഥാൻ തുടർച്ചയായി വെടിവെക്കുന്നതൊന്നും ഇന്ത്യക്ക് ഒരു ഭീഷണിയുമല്ല. ഇന്ത്യ തിരിച്ചടിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.